ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. 500ഓളം ബൈക്കുകൾ കത്തി നശിച്ചു. നിർത്തിയിട്ടിരുന്ന ട്രെയിൻ എഞ്ചിനും തീപിടിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിലെ തീപിടുത്തത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. കോർപ്പറേഷൻ അനുമതിയില്ലാതെയാണ് പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തി. റെയിൽവേക്ക് നോട്ടീസ് നൽകുമെന്ന് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിലെ തീപിടുത്തം സംഭവസ്ഥലം DGP റവാഡ ചന്ദ്രശേഖർ സന്ദർശിച്ചു. സംഭവം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് DGP. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. എല്ലാ കേസിലും CBI ആണ് അന്തിമമെന്ന നിലപാട് തങ്ങൾക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേച്ചേരി ചിറനല്ലൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. വാണിയമ്പാറയിൽ കാർ ഡിവൈഡറിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കല്ലൂർ ഭരതയിൽ കാട്ടുപന്നികൾ വ്യാപകമായി വാഴക്കൃഷി നശിപ്പിച്ചു. പന്നിശല്യം രൂക്ഷമായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിൽ കർഷകർ. ചിറ്റണ്ടയിലും കാട്ടുപന്നിശല്യം രൂക്ഷം. ചാവക്കാട് ചേറ്റുവ റോഡിലെ കാന നിർമ്മാണത്തിൽ മെല്ലെ പോക്കെന്ന ആരോപണം. മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പ്രതിഷേധവുമായി നാട്ടുകാർ. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. 500ഓളം ഇരുചക്രവാഹനങ്ങൾ കത്തി നശിച്ചു. ആളപായമില്ല. ഒഴിവായത് വൻ ദുരന്തം. ഞായറാഴ്ച രാവിലെ 6:30യോടെയാണ് വഞ്ചിക്കുളം റോഡിലുള്ള റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാമത്തെ കവാടത്തിനോട് ചേർന്നുള്ള 2 വീലർ പാർക്കിംഗ് ഏരിയയിൽ തീപിടുത്തമുണ്ടായത്. റെയിൽവേ വൈദ്യുതി കേബിളിൽ നിന്നും വീണ ചെറിയ തീപ്പൊരിയാണ് വലിയ തീപിടുത്തത്തിന് കാരണമായത്. ഈ തീപ്പൊരി പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ വീഴുകയും ഇത് വാഹനത്തിന്റെ പെട്രോൾ ടാങ്കിലേക്ക് പടരുകയുമായിരുന്നു. ടാങ്ക് പൊട്ടിത്തെറിച്ചാണ് മറ്റു വാഹനങ്ങളിലേക്കും ഷെഡിലേക്കും തീ ആളിപ്പടർന്നത്. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന കരാർ ജീവനക്കാരി രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും തീ പടർന്നതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഞൊടിയിടയിൽ തന്നെ പ്രദേശമാകെ വലിയ തീയും പുകയും ഉയർന്നു. പിന്നീടാണ് വിവരമറിയിച്ചതിനെ തുടർന്ന് തൃശൂർ സ്റ്റേഷനിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 500ഓളം ഇരുചക്രവാഹനങ്ങൾ കത്തിയതായാണ് കണക്കാക്കുന്നത്. ഈ സമയം സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന തിരുവനന്തപുരം ഡിവിഷന്റെ എഞ്ചിനിലേക്കും സമീപത്തെ റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിലേക്കും തീ പടർന്നു. അവധി ദിനമായതിനാലും ഈ സമയം ആളുകൾ ഇല്ലാതിരുന്നതിനാലും പരിക്കോ ആളപായമോ ഇല്ല എന്നത് ആശ്വാസമായി. പാർക്കിംഗ് ഷെഡിന്റെ ഇരുമ്പ് തൂണുകളും ട്രസ്സും കത്തി അമർന്ന നിലയിലാണ്. അപകട വാർത്ത അറിഞ്ഞ് വാഹന ഉടമകളും മറ്റും സ്ഥലത്തെത്തി പോലീസിൽ വാഹന നമ്പർ അടക്കം നൽകി. തീഗോളം വിഴുങ്ങിയ സ്വന്തം വാഹനം കണ്ട് പലരും വിങ്ങിപ്പൊട്ടി. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. റെയിൽവേയുടെ ഹൈടെൻഷൻ വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്ന ഇരുമ്പ് തൂണുകൾ നിൽക്കുന്നത് ഈ പാർക്കിംഗ് ഏരിയയിൽ ആണെന്നത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഇതിലെ നിയമവിരുദ്ധതയും സുരക്ഷാ വീഴ്ചയും തെളിയിക്കുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു ഷെഡ് പ്രവർത്തിക്കണമെങ്കിൽ കോർപ്പറേഷന്റെ അനുമതി വേണം. അത്തരത്തിലുള്ള അനുമതി കോർപ്പറേഷന് നൽകിയിട്ടില്ല, തേടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അണയ്ക്കാനുള്ള ഉപകരണങ്ങളുടെ ഒരു അസാന്നിധ്യവും ഇവിടെ ഉണ്ടായിരുന്നു. ഉള്ള ഒരു ഉപകരണം ഒട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയും ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ക്യാമറമാൻമാരായ റോയ്ക്കും പ്രവീണിനുമൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് കേന്ദ്രത്തിലെ തീപിടുത്തത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. കോർപ്പറേഷൻ അനുമതിയില്ലാതെയാണ് പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിച്ചതെന്നും വ്യക്തമായി. തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായെങ്കിലും തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിലെ തീപിടുത്തം വിരൽ ചൂണ്ടുന്നത് ഗുരുതര സുരക്ഷാ വീഴ്ചകളിലേക്ക്. ഒരു അഗ്നിബാധ ഉണ്ടായാൽ നേരിടാൻ പാർക്കിങ്ങിന് കരാറെടുത്ത കമ്പനി യാതൊരു സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നില്ല.
ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കാനും നേരം വൈകി. പരിചയസമ്പന്നരായ ജീവനക്കാരെ ആയിരുന്നില്ല നിയമിച്ചിരുന്നത്. തീ അണയ്ക്കാനുള്ള മതിയായ ഉപകരണങ്ങളും ഉണ്ടായിരുന്നില്ല. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനുള്ള കൺട്രോൾ റൂം നമ്പറുകളും ഹെൽപ്പ് ലൈൻ നമ്പറുകളും പ്രദർശിപ്പിച്ചിരുന്നില്ലെന്നും ഫയർഫോഴ്സ് അന്വേഷണത്തിൽ വ്യക്തമായി. പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിച്ചത് കോർപ്പറേഷന്റെ അനുമതി ഇല്ലാതെയെന്നും വ്യക്തമായി. ഇതൊരു സൂചനയായി കണ്ടുകൊണ്ട് അടിയന്തരമായി തന്നെ കോർപ്പറേഷൻ ഇടപെട്ട് നഗരത്തിലെ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ കർശനമായ സുരക്ഷാ പരിശോധന നടത്തും, സുരക്ഷാ ഓഡിറ്റ് നടത്തും. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും കോർപ്പറേഷൻ തയ്യാറല്ല. ഇവിടെ അനുമതി ഇല്ലാതെയാണ്, തൃശ്ശൂർ കോർപ്പറേഷനകത്ത് യാതൊരു അനുമതിയും മേടിക്കാതെയാണ്, ബിൽഡിംഗ് റൂളൊന്നും പാലിക്കാതെയാണ് ഈ പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തന്നെ ഇവിടെ കോർപ്പറേഷന്റെ SC ഇവിടെയുണ്ട്. അടിയന്തരമായി തന്നെ റെയിൽവേക്ക് കോർപ്പറേഷൻ നോട്ടീസ് നൽകും. സംഭവത്തിൽ റെയിൽവേക്ക് നോട്ടീസ് നൽകാനാണ് കോർപ്പറേഷൻ തീരുമാനം. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. സംഭവസ്ഥലം DGP റവാഡ ചന്ദ്രശേഖർ സന്ദർശിച്ചു. തീപിടുത്തത്തിൽ ദുരൂഹതകളില്ലെന്ന് DGP പറഞ്ഞു. എന്നാൽ ഗുരുതര വീഴ്ചയുണ്ടെന്നും ഇത് പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ് 2ാം പ്ലാറ്റ്ഫോമിനപ്പുറമുള്ള വാഹന പാർക്കിംഗ് ഏരിയ. DGP ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോഴാണ് തീപിടുത്തത്തിന്റെ വിവരം അറിയുന്നത്. തുടർന്ന് അദ്ദേഹം സംഭവസ്ഥലം സന്ദർശിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ മുഴുവൻ പേ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെയും സുരക്ഷ പരിശോധിക്കാൻ DGP നിർദ്ദേശം നൽകി. സുരക്ഷ വർദ്ധിപ്പിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഭവത്തിൽ റെയിൽവേ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി. പാർക്ക് ചെയ്തിരുന്ന ഒരു ഇരുചക്ര വാഹനത്തിൽ നിന്ന് മറ്റു വാഹനങ്ങളിലേക്ക് തീപിടിച്ചതാകാമെന്നാണ് റെയിൽവേയുടെ പ്രാഥമിക നിഗമനം. അപകടമുണ്ടായപ്പോൾ തന്നെ ആളപായം ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചെന്നും റെയിൽവേ വിശദീകരിക്കുന്നു. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കൊടിക്കുന്നിൽ സുരേഷ് MP കത്ത് നൽകി. അപകടത്തിലേക്ക് വഴിവെച്ചത് റെയിൽവേയുടെയും കരാറുകാരുടെയും അനാസ്ഥയാണെന്ന് MP കുറ്റപ്പെടുത്തി. ഹെവി ലോഡ് ഇലക്ട്രിക് ലൈനിന് നേരെ താഴെയായി മെറ്റൽ ഷീറ്റ് കവർ ഉപയോഗിച്ച് പാർക്കിംഗ് ഷെഡ് നിർമ്മിച്ചതും അടിസ്ഥാന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നതുമാണ് അപകടത്തിന് വഴിവെച്ചതെന്നും MP ചൂണ്ടിക്കാട്ടി. TCV ന്യൂസ്, തൃശൂർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്കു സംവാദത്തിൽ നിവേദനവുമായി എത്തി അപമാനിതനായ പുള്ളു സ്വദേശി തായാട്ട് കൊച്ചുവേലായുധന് CPM നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ താക്കോൽദാനം നിർവഹിച്ചു. പൊതുസമ്മേളനം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. 45 രൂപ തുടങ്ങി ഇപ്പോഴത്തേക്ക് 45 രൂപയിൽ നിന്ന് 2000 ഈ 2000-ൽ നിർത്തണമെന്നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIയും ആഗ്രഹിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധമില്ലായിരുന്നുവെങ്കിൽ 2 ലക്ഷം കോടി രൂപ നമുക്ക് ഇതിനകം കിട്ടേണ്ടത് കിട്ടിയില്ല. ഇപ്പോഴും തരേണ്ടത് തരുന്നില്ല. അതുകൂടി നമുക്ക് തരുന്ന ഒരു അവസ്ഥ വന്നിരുന്നുവെങ്കിൽ ഇത് 2000 അല്ല 2500 അല്ല 3000-ആയി വർദ്ധിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രയാസമില്ല. കാരണം നമ്മുടെ വർക്കാണത്. അവരാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. 62 ലക്ഷം മനുഷ്യർ. സ്ത്രീകൾക്ക് ഈ പ്രാവശ്യം തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാടെന്താ? വീട്ടമ്മമാർക്ക് ജഗന്നാഥൻ ആരാ? അത് ആണുങ്ങളുടെ പേര് പറഞ്ഞു, പണി പറഞ്ഞു, വരുമാനം പറഞ്ഞു, എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് തൊട്ടടുത്ത് ചോദിക്കുന്നു. നിങ്ങൾ ഭാര്യ, എന്താ ജോലി? ജോലിയില്ല. ജോലിയില്ല എന്ന് പറയുമ്പോൾ സെൻസസുകാർ എഴുതുന്നത് വീട്ടമ്മ. വീട്ടമ്മക്ക് എന്തില്ല? എന്താ പണിയുണ്ടോ? ഇല്ലേ? നിങ്ങൾക്ക് പണിയുണ്ടോ? വീട്ടമ്മക്കും ഇല്ലേ? ഉണ്ട്. ഏറ്റവും ആരാ? വീട്ടമ്മ. ഏറ്റവും അവസാനം കിടക്കുന്നത് ആരാ? വീട്ടമ്മ. അതുവരെ വലിയ എല്ലാം പണിയാണ്. പണിയോട് പണി. കുട്ടികളെ നോക്കേണ്ടിയുണ്ട്, പശുക്കളെ നോക്കേണ്ടിയുണ്ട്, വീട് നോക്കേണ്ടിയുണ്ട്, അടക്കേണ്ടി കേൾക്കേണ്ടിയുണ്ട്, എന്തൊക്കെ പണിയാണ്. ഈ പണിയെല്ലാം ഉണ്ടായിട്ടാണ് പറയുന്നില്ല, പണിയില്ല. യഥാർത്ഥത്തിൽ പണിയില്ലേ? യഥാർത്ഥത്തിൽ പണിയുണ്ട്. അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ പ്രത്യേകിച്ച് കുറച്ച് വൈകുന്നേരമാകുമ്പോൾ വല്ലതും ഉള്ളിൽ ചെയ്യുകയോ കൂടി ചേർന്നാൽ വീട്ടിൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുക? ഞാനാണ്, ബാക്കി പറയാം, ഞാനാണ് ഈ വീട് കൂട്ടുന്നത്. അപ്പോൾ പെണ്ണുങ്ങളെന്താ പറയാ? പിന്നെയല്ലേ നിങ്ങളല്ലേ അരി വാങ്ങുന്നത്, നിങ്ങളല്ലേ പഞ്ചസാര കൊണ്ടുവരുന്നത്, നിങ്ങളല്ലേ തുണി വാങ്ങുന്നത്, നിങ്ങളല്ലേ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആരാ പറ്റുന്നത്? ആരാ പറ്റുന്നത്? പുരുഷന്മാരല്ല. അപ്പോൾ ഒരു കമ്മിയായി. അപ്പം പെണ്ണുങ്ങൾക്ക് എന്തില്ല? അതിൽ പങ്കാളിത്തം.
സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ പുറത്തുപോയി പണിയെടുത്ത് അധ്വാനിച്ച് ശമ്പളമോ കൂലിയോ വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ രാവിലെ മുതൽ രാത്രി വരെ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വീട്ടമ്മക്ക് അവരുടെ അധ്വാനത്തിന് എന്തുണ്ട്? ഒരു പ്രത്യേക പദം ഉപയോഗിച്ചത്, മൂല്യമുണ്ട്. അധ്വാനത്തിന് മൂല്യമുണ്ട്. മൂല്യമുണ്ടെങ്കിൽ എന്തുണ്ട്? വിലയുണ്ട്. വിലയുണ്ടെങ്കിൽ എന്ത് വേണം? പറ. കൂലി വേണം. ആരാ കൂലി തരേണ്ടത്? ഞാൻ ആരാ നിങ്ങൾക്ക് കൂലി തരേണ്ടത്? അത് പറയാൻ ധൈര്യമില്ല. ആര് തരണം കൂലി? ആർക്കും പറയാൻ കഴിയില്ല. ഞാനാണ് ഈ വീട് പോറ്റുന്നത് എന്ന് അവകാശപ്പെടുന്നയാൾ എന്ത് തരണം? കൂലി തരണം. തരുന്നുണ്ടോ? അപ്പൊ കോടതി പറഞ്ഞു, പുറത്തു പോയിട്ട് കിട്ടിയ കൂലി അതേപോലെ കൊടുത്താലോ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കൊടുത്താലോ ഇവരുടെ അധ്വാന മൂല്യത്തിന്റെ കണക്കാവില്ല. അപ്പോൾ അതിനേക്കാളും കൂടുതലാണ് പണി. അതുകൊണ്ട് നിങ്ങൾക്ക് പണിയുണ്ട് എന്ന് നിങ്ങൾ സ്വയം അംഗീകരിക്കണം. പണിയുണ്ട് എന്ന് ആരും അംഗീകരിക്കണം? പുരുഷന്മാരും അംഗീകരിക്കണം. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് കുഴപ്പമുണ്ടാക്കണ്ട. ഗോവിന്ദന്മാർ പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മൾ കൂലി കിട്ടണമെന്ന് പറഞ്ഞാൽ ഗുരു തരുമോ? അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഇനി മുതൽ, ഇന്ന് മുതൽ ഇവിടെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം. എന്താ പറയുന്നത്? ഞാനാണ് ഈ കുടുംബം ഊറ്റുന്നത് എന്ന പ്രഖ്യാപനം അരുത്. എന്ത് വേണം? അതൊരു ഏകവചനാണ്. എന്ത് വേണം? ഒരൊന്നും വേണ്ട, ഒരു ബഹുവചനം വേണം. എന്താ ബഹുവചനം? നമ്മളാണ് ഈ വീട് ഊറ്റുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് സമൂഹത്തെ പ്രാപ്തമാക്കാനുള്ള ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ആദ്യം രണ്ട് വിഭാഗത്തിൽപ്പെട്ട കാർഡിലെ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് കൊടുക്കാൻ തീരുമാനിച്ചു? 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. 1000 മതി, നമുക്ക് വർദ്ധിപ്പിക്കാം. ഇതെല്ലാം വർദ്ധിപ്പിക്കേണ്ടതല്ലേ? വർദ്ധിപ്പിക്കാം. ഇപ്പോഴായാലും കൊടുക്കുക. അത് 2 കാർഡിൽ ഇപ്പൊ കൊടുക്കുക, കുറെ കഴിയുമ്പോൾ എല്ലാവരും കൊടുക്കാം. അപ്പൊ ശരിയായില്ലേ? ഇപ്പൊ ചിലർ പറയുന്നുണ്ട്, എടാ ഇതെല്ലാം അപ്പോഴല്ലേ കിട്ടുന്നുള്ളൂ, എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊടുക്കാൻ നമുക്ക് ഇതെല്ലാം കൊടുക്കേണ്ടതാണ്. ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, അല്ലെങ്കിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് തൊഴിലും അതുപോലെ തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളും വിദ്യാഭ്യാസവും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള വീട്, അവർക്ക് കയറിക്കിടക്കാനുള്ള ഇടം എല്ലാം കൊടുക്കാം. അതുപോലെ തന്നെ തൊഴിൽ കൊടുക്കാം. എല്ലാ രീതിയിലും നമുക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിയും. അങ്ങനെ ഇടപെടുന്ന ഒരു നാടായി ലോകത്തിന്റെ മുമ്പിൽ ഒരു മുതലാളിത്ത സമൂഹത്തിൽ കേരളമല്ലാതെ മറ്റൊരു നാട് ഈ ലോകത്ത് ഇന്ത്യയിലല്ല ഞാൻ പറഞ്ഞത്, ഈ ഭൂമുഖത്തില്ല. അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ മുതലാളിത്ത സമൂഹത്തിന് സാധിക്കുമോ? എന്താ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ യോഗം നടക്കുമ്പോൾ അതിനെപ്പറ്റി പരാമർശിച്ചില്ലെങ്കിൽ അതൊരു അപരാധമാവും. ഒരു പരമാധികാര രാഷ്ട്രമാണ് ലാറ്റിൻ അമേരിക്കയിലെ വെനിസ്വേല എന്ന് പറയുന്ന രാജ്യം. അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമൊന്നുമല്ല, ഇടതുപക്ഷമാണ്. ഇന്ന് ഏതോ ഒരു പത്രം എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സായി ഭക്രിയായിരുന്നു എന്നാണ്. സായി, നമ്മുടെ സായിബാബയില്ല, മരിക്കുന്നതിന് മുമ്പ് ആ സായി ഭക്തയായിരുന്ന സ്ത്രീയോടൊപ്പം ഈ മധുരയും കൂടെ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ആന്ധ്രയിൽ വന്നിട്ടുണ്ട്, സായിബാബയെ കണ്ടിട്ടുണ്ട്. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമാണ്, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമൊന്നുമല്ല. അവിടെ സോഷ്യലിസവും അല്ല. കഴിഞ്ഞ കുറെ കൊല്ലമായിട്ട് അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് സാമ്രാജ്യത്വ വിരുദ്ധമാണ്. എണ്ണപ്പാടങ്ങളെല്ലാം ദേശാവകരിക്കാൻ വേണ്ടി തീരുമാനിച്ച ഗവൺമെന്റാണ്. സാമ്രാജ്യത്തിന് നേരെ ശക്തിയായ കടന്നാക്രമണത്തിന് സാമ്പത്തിക മേഖലയിൽ സ്വന്തം രാജ്യത്ത് നേട്ടമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതാണ് മധുര പ്രസിഡന്റ്, ഒരു രാജ്യത്തിന്റെ പരമാധികാര പ്രസിഡന്റ്. ഇന്നലെ നോക്കുമ്പോൾ ആ പ്രസിഡന്റിന്റെ ഭാര്യയെയും ട്രംപും അതുപോലെ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ സൈന്യവും തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ലോകത്തിന്നെ അവരെ പറഞ്ഞു കേട്ടിട്ടില്ല, അനുഭവം പോലുമില്ല, ചരിത്രത്തിന്റെ ഭാഗമായിട്ടില്ല. ഇത് കള്ളന്മാരെ പോലെ കട്ടുകൊണ്ടുപോവുക. ഇങ്ങനെ കട്ടുകൊണ്ടുപോയത് നമുക്ക് ചരിത്രത്തിന്റെ എല്ലാ ഭാഗമായിട്ട് അധികം കേൾക്കാനില്ല. എന്നാൽ പുരാണത്തിന്റെ ഭാഗമായിട്ട് കേൾക്കാനുണ്ട് താനുണ്ട്.
സീതയെ തട്ടിക്കൊണ്ടുപോയ ആരാൻ കൊണ്ടുപോയേ? രാവണൻ. അപ്പൊ ഇപ്പൊ ആരാ മധുവിനെ തട്ടിക്കൊണ്ടുപോയതാരാ? കാണത്തപരമായ നിലപാടിനെതിരായിട്ട് ഇന്നലെ മുതൽ ഈ കേരളത്തിന്റെ വിവിധ മേഖലയിൽ അതിശക്തിയായ സാമ്രാജ്യ വിരുദ്ധ പ്രകടനങ്ങൾ നടന്നു വരികയാണ്. പുള്ളു സ്വദേശി വേലായുധന് CPM നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം MV ഗോവിന്ദൻ നിർവഹിക്കുകയായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. തീപിടുത്തമുണ്ടായ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സന്ദർശിച്ചു. ജില്ലയിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ അദ്ദേഹം തീപിടുത്തമുണ്ടായ സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സംഭവത്തിൽ സംയുക്ത അന്വേഷണം നടത്തിയാൽ മാത്രമേ യഥാർത്ഥ കാരണം അറിയുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ അകത്ത് ആരെങ്കിലും പൊട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർക്ക് വ്യക്തതയില്ല. കാരണം അതൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് പോലീസും RPFും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം നീക്കി ഒരു പരിശോധന നടത്തിയിട്ട് പോകണം അടുത്ത നിലപാടിലേക്ക് പോകാനെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പം പുറത്തുനിന്ന് നോക്കിയിട്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഉള്ളിൽ കൃത്യമായിട്ട് പരിശോധിച്ച് അതിനെ തുടർന്ന് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് സാധിക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്കുകൾ കത്തിയത് റെയിൽവേയുടെയും പാർക്കിംഗ് കരാറുകാരന്റെയും അനാസ്ഥ മൂലമെന്ന് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. റെയിൽവേ പാർക്കിംഗ് ഏരിയയിലെ അപാകതകളെക്കുറിച്ച് അസോസിയേഷൻ നിരവധി തവണ റെയിൽവേ അധികാരികളെ അറിയിച്ചിട്ടുള്ളതാണ്. റെയിൽവേ വൈദ്യുതി ലൈനിൽ നിന്നും നിർബന്ധമായും പാലിക്കേണ്ട അകലം പാർക്കിംഗ് ഏരിയ ഷെഡിനുണ്ടായിരുന്നില്ല. വൈദ്യുതി ലൈനിൽ നിന്നുണ്ടായ തീപ്പൊരിയാണ് അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നുവെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ബൈക്കുകൾ കത്തി നശിച്ചവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. 1 വർഷം മുൻപ് മുൻ ഡയറക്ടർ യോഗേഷ് ഗുപ്തയാണ് ശുപാർശ ചെയ്തത്. സതീശന്റെ മണ്ഡലമായ പറവൂരിൽ പ്രളയത്തിൽ വീട് തകർന്ന 280 പേർക്ക് പുനർജനി പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഇതിൽ 37 വീടുകൾ വിദേശ മലയാളികളുടെ സ്പോൺസർഷിപ്പിൽ നിർമ്മിച്ചവയാണ്. ഇതിനായി വിദേശത്ത് പണപ്പിരിവ് നടത്തിയതിൽ ക്രമക്കേടുണ്ടെന്നാരോപിച്ച് കാതിക്കുടം ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയായ ജെയ്സൺ പാനിക്കുളങ്ങരയാണ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെട്ട പുനർജനി കേസിൽ നിലപാടെടുക്കേണ്ടത് സർക്കാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേസ് CBIക്ക് വിടാനുള്ള വിജിലൻസിന്റെ ശുപാർശയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ കേസിലും CBI ആണ് അന്തിമമെന്ന നിലപാട് തങ്ങൾക്കില്ലെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. കേന്ദ്ര ഏജൻസി സംബന്ധിച്ച് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ച് ചേർത്ത് പണം സ്വരൂപിച്ച് ആ പണത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ കേസിൻ്റെ അടിസ്ഥാനം. ആ കേസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എന്താണോ നിയമപരമായിട്ട് തീരുമാനിക്കുന്നത് ആ തീരുമാനം എടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. CBI അന്വേഷണം എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും അവസാന വാക്കാണെന്നുള്ള നിലയിലൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. പക്ഷേ ഇത് വിദേശവുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം അന്വേഷിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് തീരുമാനിക്കേണ്ട എന്നുള്ള കാര്യമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കേച്ചേരി ചിറനല്ലൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. ഇരിട്ടി ഉള്ളിക്കൽ സ്വദേശികളായ പുതുമനമൊഴിയിൽ വീട്ടിൽ റോബർട്ടിന്റെ ഭാര്യ 54 വയസ്സുള്ള ഡെന്നിയാണ് മരിച്ചത്. ഇവരുടെ മകൻ ജസ്വിൻ, സക്രയുടെ ഭാര്യ ഗ്രേസി, ശബരിമല തീർത്ഥാടക സംഘത്തിലെ ഹൈദരാബാദ് സ്വദേശി നാർവ കൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചിറനല്ലൂർ വില്ലേജ് ഓഫീസിന് സമീപത്ത് വെച്ച് കാറുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത വാണിയമ്പാറയിൽ കാർ ഡിവൈഡറിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു.
കാർ ഡ്രൈവർ സുഭാഷ്, തേങ്കുറിശി സ്വദേശികളായ സ്വപ്ന, റോമ, ആദ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൈവേ അതോറിറ്റി തിരിഞ്ഞു നോക്കാൻ തയ്യാറാവുന്നില്ല. ജനങ്ങളെല്ലാം പൊട്ടനാക്കിക്കൊണ്ട് ഇവിടുത്തെ ഭരണാധികാരി സ്ഥിരാകേന്ദ്രമായിട്ടുള്ള പലരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദിവസവും ആവശ്യമായി വരുന്ന വാഹനങ്ങള്, പുതിയതായിട്ട് വരുന്ന വാഹനങ്ങൾ അറിയാതെ വന്ന് ഈ റോഡിൽ വെച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബിൽ തട്ടി ദിവസവും പരിക്ക് പറ്റി ഫയർഫോഴ്സും പോലീസുകാരും നാട്ടുകാർക്കും സ്ഥിരം ഇത് ദിവസവും രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുക്കുന്ന സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ ശക്തമായി കേസ് ചാർജ് ചെയ്ത് അവരെ തുറങ്കിലടക്കുമെന്നാണ് ഞങ്ങളൊരു പൊതുപ്രവർത്തനത്തിലേക്ക് ഞങ്ങളുടെ അഭിപ്രായം. വർഷങ്ങളായി ഇവിടുത്തെ ഈ പാലം പണിയുമായി ബന്ധപ്പെട്ട് ഈ തടസ്സങ്ങൾ ഈ യാത്ര ചെയ്യുന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇവിടുത്തെ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഇവിടുത്തെ ടോൾ കമ്പനിയുടെ അടുത്തും ഈ വർക്ക് ഏറ്റെടുത്തുള്ള PST കമ്പനിയുടെ അടുത്ത് ഉൾപ്പെടെ ഇത് പലതവണ സംസാരിച്ചിട്ടും അതിന് യാതൊരുവിധ മാനദണ്ഡമോ അതിനൊരു വില കൽപ്പിക്കലോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. സ്കൂട്ടറിന് പുറകിൽ കാറിടിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രന് പരിക്കേറ്റു. രവീന്ദ്രനെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തോളലിന് ഗുരുതര പരിക്കേറ്റ രവീന്ദ്രനെ തിങ്കളാഴ്ച ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കും. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രവീന്ദ്രനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ എന്നിവർ സന്ദർശിച്ചു. കല്ലൂർ ഭരതയിൽ കാട്ടുപന്നികൾ വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. പന്നിശല്യം രൂക്ഷമായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയാണെന്ന് കർഷകർ. ഭരത സ്വദേശി എലുവങ്ങച്ചാലിൽ സതീശന്റെ വാഴത്തോട്ടത്തിലാണ് കാട്ടുപന്നികൾ ഇറങ്ങിയത്. 100ഓളം വാഴകൾ പന്നികൾ നശിപ്പിച്ചു. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകളാണ് നശിപ്പിച്ചത്. 3 മാസം പ്രായമായ നേന്ത്രവാഴകൾ പിഴുതെറിഞ്ഞ നിലയിലാണ്. കാട്ടുപന്നി ശല്യം തുടർന്നാൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്ന് കർഷകർ പറയുന്നു. അധികൃതർ ഇടപെട്ട് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് പ്രദേശത്തെ കർഷകരുടെ ആവശ്യം. ആലയങ്ങാട്, പീച്ചാമ്പിള്ളി, മുട്ടിത്തടി പ്രദേശങ്ങളിലെ കാടുമൂടിയ സ്ഥലങ്ങളിലാണ് കാട്ടുപന്നികൾ പെരുകുന്നത്. രാത്രികളിൽ കൂട്ടമായി എത്തുന്ന പന്നികൾ വാഴകൃഷിക്ക് പുറമെ മറ്റ് കാർഷിക വിളകളും നശിപ്പിക്കുന്നത് പതിവാണ്. കാർഷിക മേഖലയായ ഈ പ്രദേശത്തെ കാട്ടുപന്നി ശല്യം മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർ നേരിടുന്നത്. കാട്ടുപന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ പുതിയ ഷൂട്ടർമാരെ നിയോഗിക്കണമെന്ന് കർഷകരായ ED വിജയകുമാർ, ജനാർദ്ദനൻ മുണ്ടയ്ക്കൽ, രാജു കിഴക്കൂടൻ എന്നിവർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പുതുക്കാട്. ചിറ്റണ്ട പൂങ്ങോട് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. നെൽകർഷകർ ദുരിതത്തിൽ. പൂങ്ങോട്, നിലപ്പന, പാറക്വാറിക്ക് സമീപത്തെ പാടശേഖരത്തിലെ 1.5 ഏക്കർ വരുന്ന കൃഷിയാണ് മയിൽ, കാട്ടുപന്നി എന്നിവയുടെ ശല്യം മൂലം നശിച്ചത്. കാവുംപുറത്ത് ദേവകി, നെല്ലിക്കൽ മീനാക്ഷി, കാവുംപുറത്ത് രവീന്ദ്രൻ എന്നിവരുടെ നെൽകൃഷിയാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി നശിപ്പിച്ചത്. കൃഷി വകുപ്പിനും വനം വകുപ്പിനും നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ലെന്ന് കർഷകർ പറഞ്ഞു. കൊയ്തെടുക്കാൻ 10 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് കാട്ടുപന്നി കൃഷി നശിപ്പിച്ചത്. പരിയാരം പീലാമൊഴിയിൽ കാട്ടാനകളിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കളത്തിൽ വർഗീസ് പാട്ടത്തിനടുത്ത കൃഷിയിടത്തിലാണ് ശനിയാഴ്ച രാത്രി കാട്ടാനക്കൂട്ടം എത്തിയത്. തെങ്ങ്, കവുങ്ങ്, ജാതി തുടങ്ങിയ വിളകൾ നശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനകളെ ഓടിച്ചുവിട്ടത്. ഒരാഴ്ചയായി മോതിരക്കണ്ണി പള്ളി പരിസരത്തും ആനകൾ സ്ഥിരമായി എത്തുന്നുണ്ട്. ഇവിടെ വലിയൊരു തോട്ടത്തിൽ നടക്കുന്ന പൈനാപ്പിൾ കൃഷിയെ ആകർഷിച്ചാണ് ആനകൾ വരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ചാവക്കാട് ചേറ്റുവ റോഡിലെ കാന നിർമ്മാണത്തിൽ മെല്ലെപ്പോക്കെന്ന ആരോപണം. പ്രതിഷേധവുമായി നാട്ടുകാർ. ഏതാണ്ട് 500 മീറ്റർ നീളമുള്ള കാന നിർമ്മാണം ആരംഭിച്ചിട്ട് 2 മാസത്തിൽ അധികമായി. നാളിതുവരെയായിട്ടും പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇതുമൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. കാന നിർമ്മിക്കാൻ വേണ്ടി മണ്ണെടുത്തതുമൂലം റോഡരികിലെ വീടുകളിലേക്ക് വാഹനം കൊണ്ടുവരാൻ കഴിയാത്ത സ്ഥിതിയാണ്. കൂടാതെ പൊടിശല്യവും രൂക്ഷമായി. തെക്കഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന നഗരസഭാ റോഡ് ഉൾപ്പെടെ അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസമായി കഴിഞ്ഞിട്ട് ഈ കാനയുടെ പണി കാരണം പൊതുജനത്തിന് വരുന്ന ബുദ്ധിമുട്ട് പറഞ്ഞു പറയാൻ എളുപ്പമല്ല. 4 പണിക്കാരാണ് ആകെ ഉള്ളത്. ഇത്രയും തിരക്ക് കൂടിയ സ്ഥലത്ത് ഇങ്ങനെ ഒരു കുഴി കുത്തിയിട്ട് ഈ കാന ഇങ്ങനെ വാരിയിട്ട് കഴിഞ്ഞിട്ട് ഒരു പണിയും നടക്കണില്ല. ഈ സാധനത്തിന്റെ ഇവിടുത്തെ ഈ പ്രശ്നം കാരണം ചാവക്കാട് പ്രദേശം കംപ്ലീറ്റ് ട്രാഫിക്കാണ്. കാന നിർമ്മാണത്തിനായി കുഴിച്ച മണ്ണും പഴയ കാനയുടെ സ്ലാബും അവിടെ തന്നെ കൂട്ടിയിട്ടതിനാൽ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കടന്നുപോകുവാൻ വലിയ പ്രയാസമാണ്. പണികൾക്കനുസരിച്ച് കുഴിച്ചിരുന്നെങ്കിൽ ഈ അനുഭവം ഉണ്ടാവില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവർക്ക് ഒരു സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനോ കാര്യങ്ങളോ ഒന്നും ഉള്ള ആൾക്കാരല്ലേ ഈ പണിയെടുക്കുന്നത്. ഈ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഒരു പരിചയവും ഇല്ല. അവര് വളരെ എന്തെങ്കിലും ഒരു കെയർലെസ് ആയി കഴിഞ്ഞിട്ട് ഇതിന് എഞ്ചിനീയർമാരോ മറ്റുള്ള ആൾക്കാരോ ആരെയും മുന്നോട്ട് വന്നിട്ട് നോക്കണില്ല. പൊതുജനത്തിന് മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ബുദ്ധിമുട്ടാണ്. ഈ പൊടിയാണെന്ന് പറയാനില്ല. അതേസമയം ഈ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചാവക്കാട് പ്രദേശത്തെ ട്രാഫിക്കാണ്.
എല്ലാ സ്ഥലത്തും മൊത്തത്തിൽ 5 കിലോമീറ്ററിൽ ഇതിന്റെ പ്രതിസന്ധി ഉണ്ട്. എന്നാൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവുള്ളതിനാൽ പണി മെല്ലെപ്പോക്കിലാണ്. ചാവക്കാട് നഗരത്തിൽ മിക്ക ദിവസവും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. നേരത്തെ റോഡിന് കുറുകെ നിർമ്മിച്ച കാനയുടെ സ്ലാബ് തകർന്ന് കണ്ടെയ്നർ ലോറി കാനയിലേക്ക് വീഴുന്ന സ്ഥിതിയുണ്ടായിരുന്നു. TCV ന്യൂസ്, ചാവക്കാട്. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭയുടെ ജില്ലാ കൌൺസിൽ സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പടിഞ്ഞാറേച്ചിറ NSS ഹാളിൽ നടന്ന ചടങ്ങിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് CS പ്രേമൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ K ഭാസ്കരൻ, TM ശങ്കുണ്ണി, MK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അവാർഡ് ദിനത്തിൽ ഈ ഡിസംബർ 9 പ്രിയപ്പെട്ടവർ അവാർഡ് കൊടുക്കുക. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം നടത്തുന്നത്. ഈ 35 വർഷമായിരുന്നെങ്കിലും അത് ഈ തൊഴിലാളി തപാൽ RMS ജീവനക്കാരുടെ സംയുക്ത സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂർ റീജിയണൽ തിയേറ്ററിൽ മഹിളാ സമ്മേളനം നടന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PK സൈനബ ഉദ്ഘാടനം ചെയ്തു. NFPE തൃശൂർ ഡിവിഷൻ മഹിളാ കൺവീനർ K ഗീത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന മഹിളാ കമ്മിറ്റി കൺവീനർ S ധന്യ, സംഘടനാ ഭാരവാഹികളായ M ആശ, സ്വപ്ന S മണി, PN ഷമീന, സാലി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ സ്ട്രെസ്സും നമ്മളൊക്കെ ഓരോ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് രാവിലെ മുഴുവൻ നമ്മൾ പിന്നെ കെട്ടിയിട്ടുണ്ടാവുക. ബാക്കി കാര്യങ്ങളും MS പറഞ്ഞതുപോലെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗവരാണ്. ഇരട്ട ഒരു തൊഴിലാളി എന്നുള്ളത്. വിമാനങ്ങളിൽ പവർ ബാങ്ക് ഉപയോഗം നിരോധിച്ച് DGCA. പവർ ബാങ്കിൽ നിന്ന് തീ പടർന്നുള്ള അപകടങ്ങളെ തുടർന്നാണ് നിർണായക ഉത്തരവ്. വിമാനയാത്രക്കാരുടെ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ചാർജ് ചെയ്യരുതെന്നും ഉത്തരവിലുണ്ട്. വിമാനത്തിന്റെ സീറ്റിന് സമീപമുള്ള പവർ ഔട്ട്ലെറ്റ് വഴി ഉപകരണങ്ങൾ ചാർജ് ചെയ്യുന്നതിനും നിരോധനമുണ്ട്. ഇൻഡിഗോ വിമാനത്തിൽ അടുത്തിടെ പവർ ബാങ്കിൽ നിന്ന് തീ പടർന്ന സംഭവമുണ്ടായിരുന്നു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ആൾതാമസമില്ലാത്ത 2 വീടുകളിൽ മോഷണ ശ്രമം. പണവും സ്വർണവും ലഭിക്കാത്തതിനെ തുടർന്ന് മോഷ്ടാവ് അടുക്കളയിൽ കയറി ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചു. CCTVയിലെ ദൃശ്യങ്ങൾ കണ്ട് വിദേശത്തുള്ള വീട്ടുടമ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ആദ്യം കോട്ടപ്പടി പെരുവഴിത്തോട് മാറോക്കി മിനി ടോമിയുടെ വീടിന്റെ അടുക്കള വശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. അലമാരകൾ കുത്തിത്തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ടു. ഒന്നും ലഭിക്കാത്തതിനെ തുടർന്ന് അടുക്കളയിലെത്തി 3 കോഴിമുട്ടയെടുത്ത് ഗ്യാസടുപ്പിൽ പാചകം ചെയ്തു കഴിച്ചു. ഫ്രിഡ്ജിലുണ്ടായിരുന്ന പപ്പായയും എടുത്തു ഭക്ഷിച്ചു. തുടർന്ന് തൊട്ടടുത്തുള്ള ചൂൽപ്പുറം വലിയ പുരയ്ക്കൽ വിഭിനന്റെ മതിൽ ചാടിക്കടന്ന് മോഷ്ടാവ് അകത്തുകയറി. ഇതേസമയം വിദേശത്തുള്ള വിഭിനന് ഫോണിൽ CCTVയിൽ നിന്നും സന്ദേശമെത്തി. ഉടനെ ഭാര്യ സരിതയെയും നാട്ടുകാരെയും വിവരമറിയിച്ചു. പോലീസും നാട്ടുകാരും എത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടു. മോഷ്ടാവ് കൊണ്ടുവന്ന കമ്പിപ്പാരയും വെട്ടുകത്തിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷം. പ്ലാറ്റ്ഫോമിൽ തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ വിഹരിക്കുന്നത് പതിവ് കാഴ്ചയാണ്. റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം തെരുവ് നായ്ക്കൾ കീഴടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ UDF SDPI കൂട്ടുകെട്ടിനെതിരെ CPM സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ കാൽനട ജാഥയ്ക്ക് തുടക്കമായി. കല്ലഴിക്കുന്ന് സെന്ററിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ജാഥ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ KK സതീശൻ, വൈസ് ക്യാപ്റ്റൻ മിറാഷ്, മാനേജർ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ തലപ്പള്ളി കുന്നംകുളം താലൂക്ക് തല ഉദ്ഘാടനം ചൊവ്വന്നൂരിൽ നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ NK പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ്, സഹകരണ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ US കൃഷ്ണൻകുട്ടി, MK മോഹനൻ, ശശി പൂവത്ത്, യേശുദാസ് PP, സിന്ധു സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അവഹേളനങ്ങളും അനുഭവങ്ങളും ഹരിതകർമ്മസേനയിൽ അംഗമായ ബിന്ദു സജീവ് പാട്ടിലേക്ക് മാറ്റി. 4 ഭിത്തികൾക്കുള്ളിൽ നിന്ന് പാടിയ ഈ വരികൾ 4.5 വർഷത്തെ അനുഭവങ്ങളായിരുന്നു. ആദ്യമായൊന്നങ്ങിറങ്ങി ഞങ്ങളാദ്യമായി ചെന്നങ്ങിറങ്ങി, നാട്ടിലും വീട്ടിലും എത്തി അന്ന് ഏറെ പറഞ്ഞങ്ങു നോക്കി. ഞങ്ങളങ്ങെത്തുന്ന നേരം അന്ന് പാത്തും പതുങ്ങിയും നോക്കി. ഏറെ സമയവും നിന്നു ഞങ്ങൾ നെട്ടോട്ടമോടി വലഞ്ഞു. ജീവിതത്തിലും ജോലിയിലും നേരിട്ട പൊള്ളിക്കുന്ന പ്രതിസന്ധികളുടെയും അവഹേളനങ്ങളുടെയും നേർക്കാഴ്ചയാണ് പാട്ടിന്റെ വരികളിലുള്ളത്.
പൊയ്യ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയിലെത്തിയ ശേഷം 12ഓളം പാട്ടുകളാണ് ബിന്ദു എഴുതി ചിട്ടപ്പെടുത്തി പാടിയിട്ടുള്ളത്. സങ്കടമേറെയുമായി അങ്ങ് ഇട്ടേച്ചു പോകുവാൻ തോന്നി, എങ്കിലും ഞങ്ങള് നിന്നു, ഇത് നാടിന്റെ നന്മയ്ക്കയല്ലേ. പല പാട്ടുകളും MCF വിട്ട് പഞ്ചായത്തിലെ ആഘോഷങ്ങളിലേക്ക് എത്താറുണ്ട്. 4.5 വർഷത്തെ ദുരിതങ്ങളുടെയും ദുരനുഭവങ്ങളുടെയും കഥ പറയുന്ന പുതിയ പാട്ടിപ്പോൾ MCF വിട്ട് പുറത്തു കടക്കുകയാണ്. സാഹചര്യത്തിനനുസരിച്ച് വരികൾ എഴുതാൻ അരമണിക്കൂർ തന്നെ ധാരാളം മതിയാകുമെന്നും പലപ്പോഴും നാടൻ പാട്ടിന്റെ ഈണം മൂളിയാണ് പാട്ടെഴുതുന്നതെന്നും ബിന്ദു സജീവ് പറഞ്ഞു. ഹരിതകർമ്മസേനയിൽ വന്നിട്ട് ഒരു 4 വർഷം കഴിഞ്ഞ് 4 വർഷത്തെ അനുഭവങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയ പാട്ടാണത്. ഒരു 10-12 പാട്ടോളം ഹരിതകർമ്മസേന തന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. അത് ഓരോ അവസരങ്ങളിൽ ഞങ്ങളിങ്ങനെ പാടാറുണ്ട്. MCFൽ പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിനിടയിൽ ബിന്ദുവിന്റെ പാട്ടിനൊപ്പം കൂടെയുള്ളവരും താളം പിടിച്ചു പാടും. കൊറോണ എന്നൊരു രോഗം അന്ന് ആകെ പടർന്നൊരു നേരം, വീട്ടിലിരിക്കാതെ ഞങ്ങൾ അന്ന് നാട്ടിലിറങ്ങി നടന്നു. മാലിന്യക്കെട്ടുകൾ കണ്ടു അന്ന് നെഞ്ചു തകർന്നൊരു നേരം, വാശിയിൽ ഞങ്ങൾ തിരഞ്ഞു അപ്പോൾ കിട്ടിയതല്ലോ തെളിവും. ഈ പാട്ടും താളവും ജോലി അനായാസമാക്കുമെന്നാണ് കൂടെയുള്ളവർ പറയുന്നത്. ലഹരിക്കെതിരെയുള്ള പാട്ടുകളും എഴുതി പാടിയിട്ടുണ്ട്. മക്കൾക്ക് സ്കൂളിൽ അവതരിപ്പിക്കാനുള്ള പാട്ടെഴുതിയാണ് തുടക്കം. പിന്നീട് അങ്കനവാടിയിൽ ഏതാനും നാൾ അധ്യാപികയായി ജോലി ചെയ്തപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പാട്ടെഴുതി പാടുന്ന ശീലമുണ്ടായിരുന്നു. എന്നാൽ ഹരിതകർമ്മ സേനയിലെത്തിയ ശേഷമാണ് എഴുതുന്ന പാട്ടുകൾ പൊതുവേദികളിൽ പാടാറുള്ളത്. നാട്ടുകാർ ഒന്നിച്ചു നിന്നാൽ ഇന്ന് നാടിനെ മാറ്റിയെടുക്കാം. കേരളം എന്നൊരു നാടാ, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാ. TCV ന്യൂസ്, മാള. പെരിഞ്ഞനം 2ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരുമ റോഡ് തുറന്നുകൊടുത്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷനായി. വാർഡംഗം സായിദ മുത്തുക്കോയ തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷീബ മുരളി, പഞ്ചായത്ത് അംഗം GC രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. റോഡാക്കി മാറ്റുന്നതിന്, ടൈൽ വിരിച്ചുള്ള മനോഹരമായ റോഡാക്കി മാറ്റുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേവലം ഇത് റോഡാക്കി മാറ്റുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഇവിടെ കടന്നു വരുന്ന ഭാഗത്തെ തോടിൻ്റെ സൈഡ് കെട്ടി വൃത്തിയാക്കുകയും അതിന് കൈവരി വെച്ച് ശ്രദ്ധേയമായ രീതിയിൽ ഒരു പാർക്കിലേക്ക് കടന്നു വരുന്ന ഒരു മനോഭാവത്തോടുകൂടി കടന്നു വരാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു വീതിയാക്കി മാറ്റുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കേരള ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിൽ 1ാം റാങ്കോടെ MS ബിരുദം നേടിയ ഡോക്ടർ നടാഷ ഷാജിക്ക് ഗുരുവായൂർ നഗരസഭയുടെ ആദരം. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വാർഡ് കൗൺസിലർ K മഹേഷ് എന്നിവർ വീട്ടിലെത്തി നഗരസഭയുടെ ഉപഹാരം കൈമാറി. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിനിയാണ് ഡോക്ടർ നടാഷ. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 12,008 നാളികേരമെറിഞ്ഞുള്ള വേട്ടേക്കരൻ പാട്ട് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. കക്കാട് രാജപ്പന്മാരാരുടെ പ്രമാണത്തിൽ തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും അരങ്ങേറി. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പള്ളി, വൈസ് പ്രസിഡന്റ് OA പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ കാവ്യപുസ്തകമല്ലോ ജീവിതമെന്ന സംഭാഷണ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. എല്ലാവരിലേക്കും കടന്നു ചെല്ലുന്ന സാമൂഹ്യ ദൗത്യമാണ് കവികൾ രചനകളിലൂടെ നിർവഹിക്കുന്നതെന്ന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു. ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ മോഡറേറ്ററായിരുന്നു. ഗാനരചയിതാവ് MD രാജേന്ദ്രൻ, എഴുത്തുകാരി രാജ്കുമാരി വിനോദ്, സാഹിതി കോർഡിനേറ്റർ അപർണ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയവരുടെ സംഘടനയായ കേരള അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ രൂപീകരണ യോഗം തൃശൂരിൽ നടന്നു. പ്രധാന അധ്യാപിക ജാൻസി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശശിധരൻ കല്ലേരി അധ്യക്ഷത വഹിച്ചു. സുരേഷ് കാട്ടിലങ്ങാടി, KS ജയരാജ്, മിനി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പ്രസിഡന്റായി ശശിധരൻ കല്ലേരി, ജനറൽ സെക്രട്ടറിയായി സുരേഷ് കാട്ടിലങ്ങാടി എന്നിവരെ തെരഞ്ഞെടുത്തു.
നൽകിയ അമൂല്യമായ സംഭാവനകൾക്ക് ലഭിച്ച നേപ്പാൾ കാഠ്മണ്ഡുവിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ 4 സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ അരിമ്പൂർ നാലാങ്കല സ്വദേശിനി അദ്രിജ മനോജിനെ CPI അരിമ്പൂർ ലോക്കൽ കമ്മിറ്റി ആദരിച്ചു. മുൻമന്ത്രി VS സുനിൽകുമാർ ഉപഹാരം നൽകി ആദരിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷിമി ഗോപി അധ്യക്ഷത വഹിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ, ബാർ കൌൺസിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലാജു ലാസർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KK മുകുന്ദൻ, KS ശശി തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ഗ്രാമത്തിൽ നിന്നും ഇത്രയും ഉയർന്ന നിലയിൽ കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാൾ ആഘോഷങ്ങൾ സമാപിച്ചു. വികാരി ഫാദർ K ജോസഫ് ജോസ്, കൈക്കാരൻ TM വർഗീസ്, സെക്രട്ടറി P സിഞ്ചു സജിൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വാരാണസിയുടെ പശ്ചാത്തലത്തിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന 12 ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനം ചുങ്കാൽ ഫോട്ടോ മ്യൂസ് ആർട്ട് ഗ്യാലറിയിൽ തുടങ്ങി. ഡോക്ടർ ഉണ്ണി പുളിക്കൽ ക്യൂറേറ്റ് ചെയ്ത വാരാണസി തീരാകഥകളുടെ തുറന്ന പുസ്തകം എന്ന പേരിലുള്ള പ്രദർശനം പ്രസിദ്ധ ഡോക്യുമെന്ററി ഫോട്ടോഗ്രാഫർ KR സുനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രദർശനം 31-ന് സമാപിക്കും. കൊടുങ്ങല്ലൂർ നാരായണമംഗലത്ത് പൂർത്തിയാക്കിയ ജലധാര കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടുങ്ങല്ലൂരിന്റെ നേതൃത്വത്തിൽ RGBA ഡിസാസ്റ്റർ റിക്കവറി ട്രസ്റ്റ്, കൊടുങ്ങല്ലൂർ നഗരസഭ എന്നിവയുടെ സഹകരണത്തോടെ 38 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് MA ജോഷി അധ്യക്ഷത വഹിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ GN രമേശ് പദ്ധതി സമർപ്പിച്ചു. രാജ്മോഹൻ നായർ, ജയശങ്കർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, വാർഡ് കൌൺസിലർമാരായ VB രതീഷ്, അനിത ബാബു, ശ്രീദേവി ആശ തുടങ്ങിയവർ സംസാരിച്ചു. കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു ജനപ്രതി എന്ന് ഞാൻ പറയുകയാണ്. അത്രയും ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാനും ഉള്ളപ്പോൾ സമയത്ത് മനോജ് SFI മറ്റത്തൂർ ലോക്കൽ സമ്മേളനം നാടിപ്പാറയിൽ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് PA അശ്വിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ലോക്കൽ പ്രസിഡന്റ് അമൽ കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. CPM മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി PS പ്രശാന്ത്, SFI കൊടകര ഏരിയ സെക്രട്ടറി VS ആദിത്യ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ കടശപുരം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടതോർപ്പ് മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി അഴകത്തുമനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി തിരുനട തുറന്നു. ദിവസവും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളും നൃത്തനൃത്യങ്ങളും അരങ്ങേറും. കലാപരിപാടികളുടെ ഉദ്ഘാടനം സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ M സുധീർ നിർവഹിച്ചു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ അവ്യക്തതകൾ നീക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചട്ടങ്ങളിലെ അവ്യക്തതകൾ മൂലം കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്നുവെന്ന് ഗുരുവായൂരിൽ നടന്ന സമ്മേളനം വിലയിരുത്തി. നഗരസഭാ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫഡ് ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെ സമ്മേളനം അനുമോദിച്ചു. ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷ സുനിത അരവിന്ദൻ ഉപഹാരം നൽകി. ലെൻസ്ഫഡ് സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ, സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ, T ഗിരീഷ് കുമാർ, പോൾ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പൊങ്ങണങ്ങാട് മലപ്പുറത്ത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. മച്ചാട് തങ്കരാജ് ദേശവിളക്കിന് നേതൃത്വം നൽകി. കൊമ്പൻ വടക്കുറുമ്പക്കാവ് ദുർഗാദാസൻ തിടമ്പേറ്റി. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, ചിന്തുപാട്ട്, അന്നദാനം എന്നിവയും നടന്നു. തിരുവല്ലോമല മല്ലിച്ചിറ ഫാമിലി അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടന്നു. M വേണുവിനെ പ്രസിഡന്റായും റോഷൻലാൽ രാജനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. തുടർന്ന് അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
ഇടമുട്ടം ക്രിസ്തുരാജ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സെൻജോ മാളിയേക്കൽ കോനൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സ്റ്റീഫൻ അറക്കൽ സന്ദേശം നൽകി. വികാരി ഫാദർ ജിബിൻ നായത്തോടൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,450 രൂപ, പവന് 99,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. 500ഓളം ബൈക്കുകൾ കത്തിനശിച്ചു. നിർത്തിയിട്ടിരുന്ന ട്രെയിൻ എഞ്ചിനും തീപിടിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിലെ തീപിടുത്തത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. കോർപ്പറേഷൻ അനുമതിയില്ലാതെയാണ് പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തി. റെയിൽവേക്ക് നോട്ടീസ് നൽകുമെന്ന് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിലെ തീപിടുത്തം സംഭവസ്ഥലം DGP റവാഡ ചന്ദ്രശേഖർ സന്ദർശിച്ചു. സംഭവം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് DGP. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. എല്ലാ കേസിലും CBI ആണ് അന്തിമമെന്ന നിലപാട് തങ്ങൾക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേച്ചേരി ചെറുനെല്ലൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. വാണിയമ്പാറയിൽ കാർ ഡിവൈഡറിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കല്ലൂർ ഭരതയിൽ കാട്ടുപന്നികൾ വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. പന്നിശല്യം രൂക്ഷമായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിൽ കർഷകർ. ചിറ്റണ്ടയിലും കാട്ടുപന്നി ശല്യം രൂക്ഷം. ചാവക്കാട് ചേറ്റുവ റോഡിലെ കാന നിർമ്മാണത്തിൽ മെല്ലെ പോക്കെന്ന ആരോപണം. മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പ്രതിഷേധവുമായി നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.